ഞാൻ സാറിൻ്റെ നല്ല പ്രവൃത്തിയിൽ 2 ദിവസം ഞാൻ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് വിളിക്കണം, ആന്ധ്രാപ്രദേശിൽ നിന്ന്. എൻ്റെ പേര് ജോറി മാത്യു. ഞാൻ കേരളത്തിൽ നിന്ന് പോന്നിട്ട് ഒരു 10-12 വർഷമായി. എങ്കിലും കേരളത്തിലെ ഡെയിലി വാർത്ത കേട്ടോണ്ടായിരിക്കുന്ന സങ്കടമുണ്ട്. ഏതായാലും ഒരു ചെറിയ പ്രകാശം കാണുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു വശത്ത് ചികണ്ടികൾ, ഒരു വശത്ത് കാട്ടുനായ്ക്കൾ, ഇതിൻ്റെ ഇടയിലാണ്. ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഈ കാട്ടുനായ്ക്കൾ നുടഞ്ഞു കയറുമെന്നുള്ള സംശയമുണ്ട്. ആ ഒരു പേടിയേ ഉള്ളൂ, വേറെ ഒന്നും പേടിക്കാനില്ല. ഇവരുടെ ഞാൻ ഇതിൽ കുറഞ്ഞ ഒരു പേര് കാണുന്നില്ല അവർക്കിടെ. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, മറ്റൊരു പാർട്ടിയിലും പോയിട്ടില്ല. അപ്പൊ കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പ്രസ്ഥാനം വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് ഇങ്ങനെയൊരു ഇപ്പൊ അവിടെ നാട്ടിലിന്റെ എല്ലാം വിറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാ. എങ്കിലും ഒത്തിരി താല്പര്യമുണ്ട് അവിടെ ഒന്ന് വരണമെന്ന്. വന്നാലും എനിക്ക് അടങ്ങിയിരിക്കാൻ നേരം കിട്ടിയല്ല. അപ്പൊ അതാ കാര്യം, ഏജ് ഓവറായി 10-78 വയസ്സുണ്ട്. എങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാതൃദേശത്തോടുള്ള ഒരു താല്പര്യം ഇന്നും വിട്ടുപോയിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിട്ട് 2 ദിവസം ഞാനിവിടെ വാട്സപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനോട് ഒരു അഭിവാദനം അർപ്പിക്കണമെന്ന് ഓർത്താ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കട്ടെ. എനിക്കിപ്പോൾ ഞാൻ ഈ സ്പിരിച്വൽ ലൈനിലാണ്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ, അവിടെ പ്രവർത്തിക്കാനൊന്നും എനിക്ക് പറ്റിയല്ല. എങ്കിലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ ദാഹിക്കുന്ന മനുഷ്യരാവര്. ജന്മനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ സ്വന്തം നാടിനും സ്വന്തം വീട്ടിലും തീ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷമമുണ്ട്. അത്രയും അത് തന്നെയാണ് അവിടെ. നാളിവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ കുറേ കൂടെ ഉയർന്ന രാഷ്ട്രീയം, അല്ലാത്ത പിന്നെ ഇല്ല. പക്ഷെ അത് അവിടുത്തെ പോലെ കിട്ടുന്ന കാശിന് വിറ്റ് തുളയ്ക്കുന്നവരല്ല ഇവിടെ ഉള്ളത്. എന്തായാലും ദൈവം അന്വേഷിക്കട്ടെ. 2 വർഷം ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രശ്നം വന്നേക്കുന്നത്, ഇത് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങോട്ടൊന്നും അറിയത്തില്ല കേട്ടോ, 2020യെ കുറിച്ച്. അപ്പൊ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതിനെ കുറിച്ചൊന്നും എഴുതാറുമില്ല, പറയാറുമില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടാണ് ഇതൊക്കെ അറിയുന്നത്. അങ്ങനെ ഞാൻ എല്ലാം നിങ്ങളുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം അറിയേണ്ടതെല്ലാം സോഷ്യൽ മീഡിയ കൂടെ അറിഞ്ഞോളൂ ആളുകൾ. അങ്ങനെ വലിയൊരു ഗുണമുണ്ട്. അറിയിപ്പിക്കണമെന്നുള്ള കാര്യം, അറിയിപ്പിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ വെക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ എന്റെ പ്രദേശത്ത് ഇന്ത്യയെ കുറിച്ച് ഒരു മനുഷ്യനും ഇല്ല. അടൂർ പ്രദേശത്ത്, അടൂർ ടൗണിൽ താമസിക്കുന്നേ. ഞാൻ വളരെ നാളുകൊണ്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി എന്താ മാർഗമുള്ളത്, അതാണ് എന്റെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എനിക്ക് ഞാനാണെങ്കിൽ പ്രായമായിരിക്കുന്ന 77 വയസ്സുള്ള എനിക്ക് കൂടുതൽ പറയാം. എനിക്ക് ഇറക്കി നടക്കാനോ പറയാനോ ഒന്നും ഒക്കത്തില്ല. വളരെ നല്ല എനിക്കറിയാം കിഴക്കമ്പലവും കാര്യങ്ങളും എല്ലാം എനിക്കറിയാവുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അടൂരും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഉടനെ അതിന്റെ യൂണിറ്റുകളെല്ലാം വരുന്നുണ്ട്. പിന്നെ വരണം, തീർച്ചയായിട്ടും വരണം. വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ മറ്റേ ആ കിഴക്കമ്പലത്തെ ഇവിടുത്തെ ആ സമ്മേളനം, കഴിഞ്ഞ സമ്മേളനം, പുതുർക്കെ നടന്ന സമ്മേളനം, അതെ ആ സമ്മേളനം 2 പേരുടെയും പ്രസംഗം, സാബു ജേക്കബിന്റെയും മറ്റേ നമ്മുടെ സാജൻ വർഗീസിനെല്ലാം പ്രസംഗമെല്ലാം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തതാണ്. കംപ്ലീറ്റ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടി ഒരു പൊതുവായ ഒരു വർത്തമാനം വന്നെങ്കിലേ ഇതൊക്കെ, പൊതുവായി സംസാരം വന്നെങ്കിലേ ഇതൊക്കെ അങ്ങോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലത്തും. ഇവിടെ ഒന്നും അറിയത്തേ ഇല്ല. ഇങ്ങനെ 2020 എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ ദോഷം. എന്റെ പേര് ജോസ് ആന്റണി എന്നാണ്, ഞാൻ അങ്കമാലിയാണ്. അപ്പോ താങ്കളുടെ ഈ ന്യൂസ് മറ്റേ 2020യെ പറ്റി അറിഞ്ഞിരുന്നു, അത് നല്ല കാര്യമാണ്. ഞാൻ പ്രവാസിയായിരുന്നു. അപ്പോ നാട്ടിലാണ് ഇപ്പോ കോവിഡിന് ശേഷം. ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ വളരെ മോശമാണ് സാറേ. അത് മാത്രമല്ല, അപ്പോ ഇപ്പോഴത്തെ ഇലക്ഷനിൽ നമ്മൾ സ്ട്രാറ്റജിയിൽ 172 സീറ്റുകളിൽ നമുക്ക് പിടിക്കാൻ പറ്റണം. എല്ലാ ഡിസ്ട്രിക്റ്റിലും സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ആവണം സാറേ. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുന്നുള്ളത് സാർ ഒന്ന് ശ്രമിക്കണം. എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാവും. എന്റെ പേര്, ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഈ അടുത്ത് തന്നെ. നമ്മുടെ ഓൺലൈൻ ഇതിലല്ലേ? ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ സാബു സാറിന്റെ കിഴക്കമ്പലം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നമുക്ക് എന്താ പറയാ, നല്ലൊരു മോട്ടിവേഷൻ ആണ്. അത് മാത്രമല്ല, നമുക്ക് ഈ കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സാറ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ ശരിക്കും വഞ്ചിക്കല്ലേ ചെയ്യുന്നത്, ഈ ജനതേനെ, കേരള ജനതേനെ. അപ്പൊ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുകയും മാത്രമല്ല, ഇന്നത്തെ യുവതലമുറ എല്ലാവരും ഇവിടുന്ന് വിട്ടുപോയി. അപ്പൊ ഇനിയെങ്കിലും ഉള്ളതെങ്കിലും പിടിച്ചു നിർത്താനും ഇനിയൊരു കേരളത്തിനൊരു ഇങ്ങനൊരു സംഭവം വരാണ്ടിരിക്കാനും
പഴയൊരു സ്മൃതിയിൽ നമുക്ക് പോകണമെങ്കിൽ സാർ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അടിയന്തരമായിട്ട്. അപ്പോൾ അതിനുള്ളൊരു ഹെൽപ്പ് സഹായം എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, സപ്പോർട്ടും ചെയ്യാം. ഞാൻ റാന്നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പോൾ സാറിൻ്റെ ചാനലൊന്നും കാണുന്നതാണ്. 2020 ഇത് കണ്ടോണ്ടിരിക്കുവായിരുന്നു. എന്നാ ഞാൻ സാറിനെ വിളിക്കുന്നത്. കാരണം എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് കാരണം ഇപ്പം സാറിനോടുള്ളത്. നമുക്കിപ്പോൾ ടിറ്റക്സിൽ പുള്ളിക്കാരനോടും പുള്ളി കഴിഞ്ഞ ദിവസം പ്രഖ്യാപനമൊക്കെ ഞാൻ കണ്ടതാണ്. നമുക്ക് നാടിന് വേണ്ടി നല്ലൊരു ഇത് വരുന്നത് നല്ല കാര്യമാണ്. ഇടതും വലുതും ഭരിച്ച് ഇവിടെ മുടിപ്പിച്ച് നാശമാക്കിയിട്ടേക്കുന്നു. കാരണം ഒരു തുടർഭരണം 2020 വരുവാണ് നമുക്ക് നല്ലൊരു ഇതാണ്. കാരണം നമ്മുടെ നാട് വികസനത്തിലേക്കാവും. സാറേ, ഞാൻ ഈ കമന്റുകളൊക്കെ കണ്ടു വിളിച്ചതാ. നമ്മുടെ സാവു സാറിന്റെ പ്രസംഗം ഞാൻ കേട്ടു. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. ഞാൻ പറയുന്നത് ഓരോ മണ്ഡലത്തിലും ഈ 2020 കാൻഡിഡേറ്റിനെ നിർത്തണം. എന്നെ കഴിവതും ഞാൻ സഹായിക്കാം. എങ്ങനെ വോട്ട് നേടാം എന്നുള്ളൊരാഗ്രഹം എനിക്കും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആകെപ്പാട് നശിച്ച് നാരണക്കല്ലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് വല്ല പ്രതീക്ഷ ഉണ്ടോന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ഇല്ല, നടക്കുകയില്ല. എന്ന് വെച്ചാൽ അവര് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല നല്ല നേതാക്കന്മാർ അതിനകത്തുണ്ട്, പക്ഷെങ്കിൽ ചുരുക്കം ചിലര് അവരെ മുന്നോട്ട് വിടത്തില്ല. അവര് അതായത് ഇപ്പം ഞാൻ വലിയ ആയിട്ട് ആഗ്രഹിച്ച ശശി തരൂര് അവര് പക്ഷെ മുന്നോട്ട് വിടുകയല്ല. വന്നാല് എല്ലാ ജാതിക്കാരും എല്ലാ മനുഷ്യരും ആ പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കും. പക്ഷെ ഇവര് സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ അവരുടെ നേതാക്കന്മാർക്ക് വേറെ ആ ചിന്ത. അതങ്ങനെ നടക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നെ പറയണ്ടായല്ലോ, അറിയാമല്ലോ. ഈ കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വരിക 2020 വരികയാണ്. വളരെ നന്ദി. എല്ലാ മണ്ഡലത്തിലും അവരുടെ ആൾക്കാരെ നിർത്തണം. ജയിക്കും. തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വന്നാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റും. ഞാൻ ആ പ്രസംഗത്തിൽ കേട്ടു. ആ മുല്ലപ്പെരിയാറിന്റെ പുള്ളി ആത്മാർത്ഥമായിട്ടാണ് പുള്ളി ആ പ്രസംഗത്തിൽ പറയുന്നത്. മുല്ലപ്പെരിയാർ രണ്ട് പാർട്ടിക്കാരും ഞങ്ങൾ ഇപ്പം ചെയ്യാന്ന് ഒരു ചുക്കും ചെയ്യത്തില്ല. കാരണം വെച്ചാൽ ആ സാബു സാറ് പറയുന്ന പോലെ ഇവർക്കെല്ലാം തമിഴ്നാട്ടില് എല്ലാം കാണും. അതുകൊണ്ടാ തന്നെയല്ല ആ കേസ് പരിഹരിക്കാനായിട്ട് ഇവിടുന്ന് മന്ത്രിമാരും ജഡ്ജിമാരും എല്ലാം പോയി തോറ്റു ആണല്ലോ ഇങ്ങോട്ട് വന്നേ. വല്ലതും നേടിയോ? ഒന്നും നേടിയില്ല. ഇവർക്കെല്ലാം എല്ലാ ആൾക്കാർക്കും എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും അതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് സാബു സാർ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. എന്റെ വിചാരം അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം ആ പ്രസംഗത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും 2020 മുന്നോട്ട് വരണം. അതിന് നല്ല പരിജ്ഞാനവും അറിവും ഉള്ള ആൾക്കാർ വേണം നിർത്തി കേരളം ഒരു മാറ്റം വേണം. അത് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷെ ഇങ്ങനെ പോയാൽ ഇടതും വലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ തന്നെ ചിന്തിക്കുക, ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലയോ എന്നാ. പക്ഷെ ഇതിന് ഇറങ്ങിത്തിരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാ. 2020 വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആളുണ്ടെങ്കിൽ ആൾക്കാർ മുന്നോട്ട് വന്നാൽ ജനങ്ങളെല്ലാം അതിന് സഹകരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അത് നന്നായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സുനിൽ സാറും പ്രത്യേകിച്ച് നമ്മുടെ ഷാജിൻ സാറും ഒക്കെ മുന്നോട്ട് വന്നാൽ കാര്യങ്ങൾ നടക്കും. ഞാനിപ്പോ താമസിക്കുന്നത് മേക്കാടാണ്, അങ്കമാലി ആയിട്ടാണ്. എന്റെ പേര് ചന്ദ്രിക എന്നാണ്. അപ്പൊ നമുക്ക് ഓരോ പരിപാടികൾ കാണുമ്പോഴും മറ്റുള്ളവരെ ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും പാർട്ടികളുടെ ഇത് കാണുമ്പോഴൊക്കെ നല്ല പ്രയാസമുണ്ട്. എങ്ങോട്ടാ പോകുന്ന ഈ ലോകമൊന്നും അറിയില്ല. അപ്പൊ സാബു സാറ് ഈ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അവര് വന്നാൽ കേരളത്തിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും. ഒന്നുമില്ലാതിരുന്ന ഒരു 10-12 കൊല്ലങ്ങൾക്ക് മുമ്പ് കിഴക്കമ്പലത്തൂടി പോകുമ്പോൾ ഒരു ജീവി പോലും ഇല്ലാതെ ആ ഇതിന്റെയൊക്കെ ഫ്രണ്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പൊ അവിടെയൊക്കെ നല്ല നല്ല ഇതുകൾ കാണുമ്പോ തന്നെ മനസ്സിന് കുളിർമ ഞങ്ങളിവിടെ ഇപ്പൊ സ്ഥിരതയല്ല കാര്യം. ഞങ്ങളിപ്പോ ഇവിടുന്ന് വീടൊക്കെ മാറാനൊക്കെ ഇരിക്കുകയാണ്. ഇപ്പൊ വാടകയ്ക്ക് 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് അവര് നമ്മളോട് മാറാൻ പറയും. അപ്പൊ നമ്മളങ്ങോട്ട് മാറി പോകും. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് സ്ഥിരമായിട്ടൊരിടത്ത് താമസിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. നമസ്കാരം. ഞങ്ങൾക്ക് ഈ പ്രവാസികൾക്ക് ഇതിപ്പം വാട്സപ്പിലൂടെ നിങ്ങളെ ബന്ധപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഈ ബോട്ട് ടീം അല്ലെങ്കിൽ കൊമേറ അതുപോലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി നിങ്ങളുടെ ഈ ക്യാമ്പയിനിൽ ഇതിനൊക്കെ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അതിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മളൊരു ബോട്ടിം അക്കൗണ്ട് തുടങ്ങി നമ്മൾ അത് തരാം. ഓക്കെ. ഞങ്ങൾക്ക് ഈ 2020 പരിപാടിയിൽ പങ്കെടുക്കണം. ഞങ്ങൾക്ക് കൂട്ടായ്മ വൈക്കത്തുനിന്ന് ഞങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ
ഈ ഹൗസിംഗ് സൊസൈറ്റികളോ അതുപോലെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാരെ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജില്ലാ തലങ്ങളിൽ ഇപ്പോൾ ഇവിടെ നടത്തിയ പോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഇതുപോലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കണമെന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ കിഴക്കമ്പലത്തൊക്കെ വന്നിട്ടുള്ളതാണ്. അവിടുത്തെ റേഷൻ കാർഡ് വെച്ചിട്ട് അവിടെ കടകളിൽ അവിടെയുള്ളവർക്ക് തന്നെ സാധനങ്ങൾ കിട്ടുന്നതൊക്കെ ഞാൻ കണ്ട് പരിചയപ്പെട്ട് പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ സാബു ജേക്കബിന്റെ സ്ഥാപനത്തിന് ജോലിക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്ന വഴിക്കൊക്കെ വന്നതാണ്. പിന്നെ അതുകൂടാതെ ഈ കൊറോണയുടെ സമയം കഴിഞ്ഞിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു പ്രസ്ഥാനം നാട്ടിൽ വളരണം, വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിപ്രസരം ഇല്ലാത്ത, സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റുന്ന, തൊഴിലില്ലാത്ത, അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കൂടി നിങ്ങളുടെ ഈ പരിപാടിയിലെല്ലാം പങ്കെടുക്കാൻ, അതുപോലെ മെമ്പർഷിപ്പ് ചെയ്യാൻ വേണ്ടി പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ലിങ്ക് ഒന്ന് വാട്സപ്പിൽ അയച്ചു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുണ്ട്. ഓക്കെ. ഞാനിപ്പോ ഇന്ന് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള അവിടെയുള്ള സുഹൃത്തുക്കളെല്ലാവരും ഒരു ഗ്രൂപ്പാക്കി എടുക്കാനാണ് നോക്കുന്നത്. ഞാൻ കൂട്ടുപുഴ എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നതാണ്. എവിടെ? കൂട്ടുപുഴ, ഇരിട്ടി, കണ്ണൂർ ജില്ലയിലുള്ള ഇരിട്ടി കൂട്ടുപുഴ. അപ്പോൾ ഈ സാബു ജേക്കബിന്റെ പാർട്ടിയെ പറ്റിയും 2020 പറ്റി ഞാൻ നിങ്ങളുടെ ചാനലിൽ കേൾക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാ ആൾക്കാരും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കുറേ പുഴുക്കുത്തുകൾ കാണും. കാരണം ഇവിടെ നമ്മുടെ കുറച്ചു കാലം മുമ്പ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ഒരു പദ്ധതിയും കൊണ്ട് വന്നിരുന്നു. അപ്പൊ അതല്ലേ ഇതിലൊക്കെ എല്ലാ പഞ്ചായത്തിലും എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റുകളൊക്കെ ഉണ്ടായി. അത് പല പാർട്ടിക്കാരും എന്ന് പറഞ്ഞാൽ CPM അങ്ങനെ കോൺഗ്രസിന്റെ മെയിനായിട്ട് CPM-കാരാണ്. അവരിൻ്റെ അകത്ത് നുഴഞ്ഞു കയറി ഓരോ സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞ് വളരെ ഇതായിട്ട് ഒരു ഇതിനകത്ത് പല ഇതും വന്ന ഗ്രൂപ്പ് വന്നിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ശിവകുമാരി കുത്തിത്തിരിപ്പാക്കി. കാരണം അവർ ഓരോ സ്ഥാനങ്ങളിൽ ഏറ്റെടുക്കും. അപ്പൊ ഓരോ സമ്മേളനങ്ങളൊക്കെ നടത്താനൊക്കെ കഴിഞ്ഞാൽ പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അണങ്ങിയല്ല. അങ്ങനെ ഇതായിപ്പോയി. അപ്പൊ ഈ 2020 ഇത് വരുമ്പം അങ്ങനെ ഓരോരുത്തർ നുഴഞ്ഞു കയറി ഇത് നശിപ്പിക്കാൻ നോക്കും. അല്ല ഇപ്പം കഴിഞ്ഞ 10-12 വർഷം ഈ ഫീൽഡിൽ നിൽക്കുന്നതല്ല, അവർക്ക് ഇതിന്റെ അകത്ത് നല്ലതും ചീത്തയും തരികടകളും കണ്ട അവർക്കും മനസ്സിലാവുമല്ലോ. അതിന് അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള മെക്കാനിസം ഇവർക്കുണ്ട്. അതെ, ഇതിപ്പോ എന്താ പറഞ്ഞാൽ ആരംഭസൂരത്വം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പം ഓരോരുത്തരും എങ്ങനെ നശിപ്പിക്കാൻ പറ്റും. കാരണം ഒരു നല്ലൊരു ഐഡിയയും കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എതിര് നിൽക്കുന്നത് പ്രബലന്മാരാണല്ലോ. അപ്പൊ അവരെങ്ങനെ നശിപ്പിക്കാൻ പറ്റും നശിപ്പിക്കാൻ നോക്കും എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും ഓരോരുത്തരെ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ. നിങ്ങളെപ്പോലെ പ്രതികരിക്കാൻ സാധാരണക്കാർക്ക് പറ്റിയല്ലോ. അവരുടെ ആ ധാർമ്മികരോഷം അവർ ഉള്ളിൽ ഒതുക്കുക എന്നല്ലാതെ ഒരു പബ്ലിക്കായിട്ട് പറയാൻ അവർക്ക് പരിമിതികളുണ്ട്. കാരണം ഓരോ പാർട്ടിക്കാരുടെ അടിമകളായിട്ട്. കാരണം CPM-കാരാണെങ്കിൽ ഇപ്പൊ അവരുടെ അംഗങ്ങളെ നിർത്തുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കും. കാരണം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മുഴുവൻ കയ്യിലല്ലോ. ഇപ്പം ദേശാഭിമാനി പത്രം തന്നെ വളർത്തുന്നത് എങ്ങനെയാ? ഇവര് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കും. ലോൺ കൊടുത്തു കഴിയുമ്പം പത്രം വരുത്തണമെന്നുള്ള നിർബന്ധം. അപ്പം പത്രത്തിന്റെ പൈസ അവരാമെ പിടിക്കും. അപ്പൊ അവർക്കത് നഷ്ടമില്ല. അവർക്കെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പത്രം അടിക്കുക, ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക. അവർക്ക് പരിസംഖ്യ കിട്ടിയാലും കിട്ടിയില്ലേലും അവർക്ക് പ്രശ്നമില്ല. കാരണം ഇങ്ങനെ സാമ്പത്തിക സ്രോതസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇത് കാര്യമായിട്ട് ഇങ്ങനെ ഇതിന് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ വൺ ഇന്ത്യ വൺ പെൻഷനിലൊക്കെ എനിക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഓരോ ആൾക്കാർ കയറി അത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക. ഞാൻ ഒരാഴ്ച മുമ്പ് വിളിച്ചിരുന്നു. സക്കറിയാസ് കല്ലൂർക്കാട്ടുനിന്ന് മാറ്റുകൊണ്ടിരുന്നു. ഞാന് ഇപ്പൊ ഇവിടെ ഭക്ഷ്യ സുരക്ഷാ ബിൽഡിങ്ങില് വന്ന് നിൽക്കുകയാണ്. അവിടെ കാണാനായിട്ട് വന്നു. അവിടുന്ന് എല്ലാം ഭംഗിയായിരിക്കുന്നു. ഇവിടെ ഈ 2020 ഭക്ഷ്യ മാർക്കറ്റില് മിസ്റ്റർ സാബുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? സാറ് ദുബായി പോയിട്ട് വന്നിട്ടില്ല. ഓ, ദുബായിക്ക് പോയതാ. ശരി. കണ്ട് സംസാരിക്കാമെന്ന് ഓർത്തായിരുന്നു. വരുമ്പോ ഉണ്ട് കാണാം അവിടെ. ഞാനിപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ എന്റെ മോളുടെ അടുത്തേക്ക് പോകും, ടെക്സാസിലെ US-ലെ. പിന്നെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ മൂവാറ്റുപുഴയൊക്കെ ഒരു യൂണിറ്റ് ഒക്കെ വേഗം ഓപ്പൺ ചെയ്യാനേ. ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് ജോസഫ് എന്നാണ്. എനിക്ക് 73 വയസ്സ് പ്രായമുണ്ട്.
സാറ് നിങ്ങളെ പ്രോഗ്രാമുകൾ ഞാൻ ഡെയിലി കാണാറുണ്ട് 2020. ഇത് നിങ്ങൾ തിരുവനന്തപുരത്ത് എല്ലാ കോർപ്പറേഷൻ ഏരിയയിലും പഞ്ചായത്ത് ഏരിയയിലും നിങ്ങളെ യൂണിറ്റ് ഉണ്ടാക്കണം. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ശ്രമത്തിലാണ് സാർ. എന്തായാലും ശരിയാ, നിങ്ങളെ ഇത് നല്ലൊരു പ്രോഗ്രാമാണ്. ഇത് നാട്ടുകാർക്കും മറ്റുള്ള എല്ലാവർക്കും ഉപയോഗമുള്ള ഒരു ഇതാണ് 2020. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം നിങ്ങളുടെ യൂണിറ്റുകൾ പ്രവർത്തിച്ചാലേ യവന്മാരെ ഈ കമ്മ്യൂണിസവും ഈ കോൺഗ്രസും ഈ BJPയും ഇത് എന്ത് പാർട്ടിയാണ്? ഇത് ആരെ നന്നാക്കാണ് അവർ വന്നിരിക്കുന്നത്? ഇവർ വന്നിരിക്കുന്ന അത്രയും നാടിനെ മുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ BJP എന്ന് പറഞ്ഞു ഇറങ്ങിയിരിക്കുന്നു. യവന്മാരെ കൊണ്ട് എന്ത് നേട്ടമുള്ളത്? തങ്ങളിൽ അടിയുണ്ടാക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വർഗീയത ഉണ്ടാക്കുക, ഇതൊക്കെയാണല്ലോ ഇവരുടെ BJPക്കാരുടെ പരിപാടി. അതിന് ഇപ്പം പറ്റിയ ഒരു പാർട്ടിയാണ് മറ്റേ CPM-മാർ. DYF എന്നും പറഞ്ഞുകൊണ്ട് കുറെ തെണ്ടി പയ്യന്മാരെ അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ആടി കൂടാനും തല്ലുകൂടാനും ആൾക്കാരെ കൊല്ലാനും വെട്ടാനും അവർക്ക് ഒരു മടിയും ഒരു ഇതുമില്ല. അതിന്റെ കൂടെ ആണെങ്കിൽ നാടിനെ മൊത്തം കട്ട് മുടിച്ച് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് മാറാക്കി വച്ചിരിക്കുന്ന ഈ പാർട്ടികളെ കംപ്ലീറ്റ് ഇവിടുന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തുടച്ചു മാറ്റാനാണ് നമ്മൾ നടത്തണം സാർ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നുണ്ട്. നമുക്ക് എല്ലാം ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എൻ്റെ ഇതിൽ തന്നെ ഒരു 500 വോട്ടുണ്ട്. ഞാൻ ഈ 500 പേരെ ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഞാൻ മെമ്പർഷിപ്പ് പഠിപ്പിക്കുന്നു. നമുക്കിവിടെ ആണുങ്ങളായിരുന്ന ശരി പെണ്ണുങ്ങളായിരുന്നു ഇഷ്ടം മാതിരി നമ്മുടെ ഈ 2020ലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തുള്ള ഒരുപാട് പേര് ഇന്ന് കാത്തു നിൽക്കുകയാണ്. ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവരും തയ്യാറാണ്. ഇവരെ ഈ തെണ്ടി കൂട്ടങ്ങളെ ഈ ലോകത്തൊന്ന് തുടച്ചു മാറ്റണം. ഈ 3 കൂട്ടങ്ങളെയും ഈ BJP മൊത്തത്തിൽ ഇവര് നാടിനെ മുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി അവർ നടക്കുകയാണ്. ഈ വർഗീയ പാർട്ടികളെ ഒന്നും ഇന്ത്യയിൽ വെച്ചിരിക്കാൻ പാടില്ലാത്തതാണ്. ഇത് ആർക്ക് ഉപയോഗമുള്ളതാണ്? ഈ വർഗീയ പാർട്ടികൾ തങ്ങൾ അടുപ്പിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്വാതന്ത്ര്യം നേടിയ സമയത്ത് എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇതിനെല്ലാം തിരിച്ചു മറിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ BJP എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ വന്ന് ഉടലെടുത്തിട്ട് അവർ തങ്ങൾ മറ്റുള്ള ജാതിക്കാരെയും എല്ലാവരെയും കൂട്ടിയടിപ്പിക്കാനായിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇവന്മാർ DYF എന്നും പറഞ്ഞുകൊണ്ട് കുറെ ചെണ്ടിപ്പയന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അവന്മാരുടെ ഓർക്കാൻ വയ്യ. എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ അവന്റെ പറയുന്നവന്റെ പേരിൽ കേസ്, അവന്റെ പേരിൽ അടി, അവന്റെ വീട് തകർക്കുക, അവന് എന്തെല്ലാം ഉണ്ട് നശിപ്പിക്കുക. ഇതൊക്കെയാണ് ഇപ്പം ഈ തെണ്ടി കൂട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മോചനം വരണം. എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കളെയും ഞാൻ ഇതിൽ തന്നെ കൊണ്ടുവരുന്നു. പിന്നെ എന്റെ മരുമക്കളുണ്ട്. പിന്നെ എന്റെ കുറെ ആൾക്കാരുണ്ട്. കുറെ അധികം ആൾക്കാരുണ്ട്. ഞാൻ മൊത്തത്തിൽ ഇതിൽ കൊണ്ടുവരും 2020ലേക്ക്. ഞാൻ വിളിക്കുന്ന കഴക്കൂട്ടുന്നാണ്. എന്റെ പേര് എബ്രഹാം. ന്യൂസുകൾ കാണാറുണ്ട്. 2020 നമ്മൾ അംഗത്വമൊക്കെ ഇപ്പം എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കവാറും നിങ്ങളുടെ ന്യൂസ് വഴി കാണാറുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? ഒരുപാട് അല്ലേ? ഊഹിക്കാമല്ലോ. ഭയങ്കര. ഞാൻ ജസ്റ്റ് ചെറിയ രീതിയിൽ നമ്മളൊന്ന് പ്രതികരിച്ചാൽ തന്നെ ഞാൻ നമ്മളെ പള്ളിയിൽ നിന്നൊക്കെ വലിയ വിഷയങ്ങളായിട്ട് വീട്ടിൽ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ഉള്ളൊരു പെട്ട് കൽപ്പിക്കുന്ന പഴയ മോഡൽ തന്നെയാണ് ഇപ്പോഴും ഇത്. ഞാൻ ഈ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഈ അത് നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ഈ ഇവരുടെയൊക്കെ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പെൻഷൻകാരുടെയൊക്കെ ഈ 1 ലക്ഷം 1.25 ലക്ഷം രൂപ പെൻഷൻ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊരു 70 രൂപ. ഒരു വീട്ടിൽ തന്നെ റിട്ടയർഡ് +2 അഡ്മിനിസ്റ്റർ ആയിരിക്കും. അവർ ചിലപ്പോൾ 60,000 രൂപ പെൻഷൻ മേടിക്കും. റിട്ടയർഡ് പ്രൊഫസർ ആയിരിക്കും അവരുടെ ഹസ്ബൻഡ്. അവര് മേടിക്കുന്നത് 1 ലക്ഷത്തിന് അടുപ്പിച്ചായിരിക്കും. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ നല്ലൊരു എമൗണ്ട് പെൻഷൻ മനസ്സിലായി കൊടുക്കണ്ടെന്നല്ല ഞാനീ പറഞ്ഞു. അവർ 2 മക്കളും ഗവൺമെന്റ് സർവീസിലായിരിക്കും. അത് അവരുടെ കഴിവുണ്ടോക്കെ. എനിവേ എങ്ങനെ അതിനവർക്ക് അത് കിട്ടുന്നുണ്ടോ? ഓക്കെ. എല്ലാം കൂടെ ഒരു 3-4 ലക്ഷം രൂപ ഒരു വീട്ടിൽ തന്നെ. തൊട്ടടുത്ത് അയൽവക്കത്തുള്ള വീടുകളൊന്നും നോക്കി കഴിഞ്ഞാൽ കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടും പറയാം. നമ്മളിത് രണ്ടും കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഈ സിസ്റ്റം നമുക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം കൊണ്ടുവന്ന് കോൺഗ്രസ് ആണ്. ഈ പിന്നെ അവര് രാഷ്ട്രീയക്കാരുടെ കൂടെയുള്ള കുറെ ആൾക്കാർക്ക് തിരികെ കയറ്റാൻ വേണ്ടി ഒരുപാട് നമ്മളെ പറഞ്ഞ ആന്റി കോർപ്പറേഷൻ, അല്ലാത്ത കോർപ്പറേഷൻ, കമ്മീഷൻ, കോടതി, ഇവന്മാരാണ് ഇത് മൊത്തം ഈ 65 വർഷം യുവന്മാർ ഇത് പണിഞ്ഞ് നശിപ്പിച്ച് ഈ ലാവന്മാർക്ക് അത് വലിയ സൗകര്യമായി. CPM-കാർക്കും BJP-കാർക്കും അവരത് ഫോളോ അപ്പ് ചെയ്യുന്നു. അവർ അത് കുറച്ച് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു 5% ഈ നമ്മൾ പറയും നമ്മുടെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം
അദാനിയുടെ അംബാനിയുടെയും കൈയാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ നികുതി പണത്തിന്റെ നല്ല ശതമാനം ഇതേപോലെ പെൻഷൻകാരായില്ല. 70%, അതായത് കേരള റവന്യൂവിന്റെ മനസ്സിലാക്കണം 70% ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് ഓർത്തോ. അത് ഓക്കെ, അത് ഈ 1600 കൊടുക്കുന്നത് അതല്ലേ ഞാൻ ഈ പറയുന്നത്. അതല്ല, ആ 1600 അല്ല, ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ കൊടുക്കണ്ട ഈ സിസ്റ്റം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ഏറ്റവും മോശം, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം വെറുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും അവർക്ക് തന്നെ ഈ കുറച്ച് മാന്യമായി സംസാരിക്കാൻ അവർ കുറച്ചുകൂടെ ബെറ്ററാണ് ഈ കോൺഗ്രസ് നേതാക്കൾ. അത് വെച്ച് നോക്കാൻ മറ്റുള്ളത്. അപ്പൊ ഈ യുവമാരാ ഞാൻ ആലോചിച്ചാൽ ഇത് ആരാ കൊണ്ടുവന്ന സിസ്റ്റം? നെഹ്റു ഭരിച്ചു, പിന്നെ ഇന്ദിരാഗാന്ധി ഭരിച്ചു, രാജീവ് ഗാന്ധി. പക്ഷെ അന്നൊക്കെ ചിലപ്പോൾ 30,000 25,000 ഒക്കെ ഉള്ളായിരിക്കും. ആ ഫോളോ അപ്പ് ആണ് പിന്നെ ഈ കമ്മീഷനായിട്ടും ഈ ഇവർക്ക് പുതിയ ഗവൺമെന്റ്, അതായത് നമ്മുടെ CPM പോലും ഈ ഇത്രയും കമ്മീഷനുകളെയും ഇത്രയും പേരെ നോമിനേറ്റ് ചെയ്യാനും അവർക്കെല്ലാം പെൻഷൻ കൊടുക്കാനും PA ഇങ്ങനെ വെക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കിയെടുത്തത് ആദ്യത്തെ നമ്മുടെ കോൺഗ്രസ് സർക്കാർ തന്നെ. അതിനുശേഷം ഇവർക്ക് നല്ല പറയാനായി. അത് അവരെ അടിച്ചു പൊളിച്ച് അവരൊരു 5-10% ആൾക്കാർ നമ്മുടെ എല്ലാവരെയും നമ്മളിവിടുന്ന് കഷ്ടപ്പെടുന്ന പൈസ മൊത്തം കൊണ്ടുവന്നു ഈ ചെറിയ വിഭാഗം ആൾക്കാർ. അപ്പം ഇതൊന്ന് അതായത് ഇന്ന് ക്ലോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, തുല്യമാക്കും. 1,50,000 രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കും. ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സുനിൽ സാറോട് ജോലി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ 60,000 രൂപ അല്ലെങ്കിൽ 30,000 40,000 കമ്പനി തരുന്നുണ്ട്, ഇൻസെന്റീവ് തരുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പൊ അതെന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. ഞാൻ അതിന്റെ ഒരു ഭാഗം ഞാൻ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഇതുപോലെ പെൻഷൻ സ്കീമിലൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കത് പെൻഷൻ ആകുമ്പോൾ കിട്ടുന്നത്. ഇത് അങ്ങനല്ല. ഇത് അതും ഇവര് റിട്ടയർഡ് ആവുന്നവരെല്ലാം ഒരു റിട്ടയർഡ് ആവുന്ന നല്ല നല്ല പൊസിഷൻ ഇരിക്കുന്നവർക്ക് വീണ്ടും കൊടുക്കുക. 2 ലക്ഷം രൂപ വെച്ച് അവിടെ മേയറാക്കി ഇരിക്കുന്നതല്ല അവിടെ. ഇത്രയും ഒരു വൃത്തികിട്ട ഒരു സിസ്റ്റം കൊണ്ട് തിന്നു തീർക്കും. നമ്മുടെ അദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന അവർ കഴിവുണ്ട്. നിങ്ങളിപ്പോൾ അവിടെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായി. നിങ്ങളുടെ കഴിവുകൊണ്ടായിരിക്കും അത്. അതിന് ഞാൻ അത്രയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ കഴിവാണ്. ഇതിന് പല രീതിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന അനാവശ്യമായിരിക്കാൻ. അത് ഗവൺമെന്റിന്റെ പിടിപ്പേട്ടല്ലേ. അദാനി അംബാനി ഒരുപാട് പൈസ ഉണ്ടാക്കി അത് മോദിയെ സൂചിപ്പിച്ചാന്ന് പറഞ്ഞാലും അത് അവന്റെ കഴിവുണ്ടല്ലേ, അത് നമുക്ക് പിടിക്കാൻ പറ്റത്തുണ്ടല്ലേ. പക്ഷെ ഇതല്ലല്ലോ. 2020 വന്നാലുള്ള ഒരു ഇതിനൊക്കെ ഒരു മാറ്റമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? 2020 വന്നു കഴിഞ്ഞാൽ മാറ്റം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവര് എത്രമാത്രം ഭയങ്കര ഒപ്പോസ് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ യുവമാര് സുഖം അനുഭവിച്ചിരിക്കുകയാണ് ഈ പല ഭാഗങ്ങളിൽ. KSRTC KSTB എന്നൊക്കെ പറഞ്ഞിട്ട് ഈ KSRTCയിൽ നമ്മൾ ഒരു ബസ് പ്രൈവറ്റ് ബസ് ഓടുന്നതിന് 3,500 രൂപ ഇങ്ങോട്ട് കിട്ടും എന്നുള്ള ഒരു ടാക്സിങ് ഉണ്ട്. നമ്മൾ 120 കോടി അങ്ങോട്ട് കൊടുക്കുക നമ്മുടെ ഖജനാവിൽ നിന്ന്. അതങ്ങനെ കുറെ യൂണിയൻകാരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത്. ഒറ്റ വീടിന്റെ പണിയോ അതുപോലെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഇവന്മാരും എവിടെ ചെന്നാലും ശല്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അവരെ ക്ലോസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ പുനരുദ്ധരിപ്പിക്കണം. അതിന് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ കായലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ കിടക്കുക. അവിടെയൊക്കെ ചെറിയ ചെറിയ ബോട്ടിങ്ങും അങ്ങനെയുള്ള ടൂറിസം മേഖല പോലെ ആക്കിയിട്ട് ഇവരെ അവിടെ സെക്യൂരിറ്റി ആയിട്ടോ ഒക്കെ അവരെ അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യണം. അവരുടെ അവസ്ഥ കൊണ്ട് അങ്ങനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, അവരെയൊക്കെ ഒന്ന് പുനരുദ്ധരിപ്പിച്ചിട്ട് അതായത് യൂണിയൻ സിസ്റ്റമേ ക്ലോസ് ചെയ്യണം. നമ്മളെന്തിനും യൂണിയൻ ലേബർ ഉണ്ടല്ലോ, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ലേബറുമായിട്ട് ബന്ധപ്പെടാം. അതിനപ്പുറം ഉണ്ടെങ്കിൽ നമ്മൾ കോടതിയായിട്ട് ബന്ധപ്പെടണം. അല്ലാതെ ഇപ്പൊ ഈ ഇവരൊരു 10-30 പേര് ഒരു ഗുണ്ടാ സംഘം പോലെ അങ്ങനെ ഉള്ള കമ്പനികൾ മൊത്തവും പൂട്ടിച്ചു. കമ്പനികൾ പിന്നെ നമ്മളിപ്പോ പുതുകാണ്ട് വാർത്ത നമ്മൾ ചെയ്തു. പക്ഷെ അയാളല്ല യഥാർത്ഥത്തിൽ ഈ ചാരിറ്റി നടത്തുന്നത്, സർക്കാരല്ല. നമ്മൾ എത്ര രൂപയാണ് ഇത് പെട്രോളിന് കൊടുക്കുന്നത്? പെട്രോളിന് 50 രൂപ, പെട്രോളിന് 110 രൂപ കൊടുക്കുന്നത്. പലയിടത്തും പറയാണെങ്കിൽ തന്നെ അത്ര എമൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് അവിടെ ചെല്ലുന്നുണ്ട്. ഈ ചാരിറ്റി അതായത് നമ്മൾ ആദ്യത്തെ എന്ന് വെച്ചാൽ മനുഷ്യ അല്ലാതെ കാരുണ്യ പ്രവർത്തനമാണ് മെയിനായിട്ട് നമ്മൾ നടത്തുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത്. അതായത് ഇവരെയുള്ള പ്രായമുള്ള ആരെയും അതുപോലെ ഇങ്ങനെയുള്ള അനാഥരെയും ഇതുപോലെ 10 പൈസ കാശ് എടുക്കുക എല്ലാത്തിനെയൊക്കെ യഥാർത്ഥത്തിൽ സർക്കാരാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. അതിനുശേഷമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അത് DSIക്കാർ കുറച്ച് പൊതി കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ കൊടുക്കുന്നുണ്ട് മിക്കവാറുമുള്ള. അതുകൊണ്ട് ഉച്ചയ്ക്ക് കുറെ പേര് ഇതിന് കഴിച്ചു പോകുന്നു, ആഹാരം കഴിച്ചു. നമ്മൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ചെയ്യുന്നുണ്ട്. അവരാണ് ചെയ്യേണ്ടത്, മുതുകാടാണ് ചെയ്യേണ്ടത്. അത് സർക്കാർ ഏറ്റെടുത്ത് ഇവരെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും നന്മമരങ്ങളുണ്ടായി അവർക്കെതിരെ എല്ലാം നിങ്ങൾക്ക് വാർത്ത ചെയ്യേണ്ടി വരുന്നത്. അവരെങ്ങനെ ആയതായെന്നൊന്നും നമുക്കറിയത്തില്ല. അവസാനം പിന്നെ എന്തായാലും അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ സിസ്റ്റം ഇങ്ങനെ ആക്കിയെടുത്തതിന്റെ മെയിൻ കാരണം നമുക്ക് സ്വാതന്ത്ര്യനേരം സമരം നേടിയിട്ട് ശേഷം കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. ഇപ്പം ഇന്ന് ബ്രിട്ടനിലേക്ക് ഒരു ഫാമിലി വിസ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്രിട്ടനിലേക്ക് ഫാമിലി വിസ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുമ്പോൾ 90% മലയാളി എന്നാ പിന്നെ അങ്ങോട്ട് പോകുന്നത്. പണ്ട് ബ്രിട്ടൻകാരെ ഇവിടെ നമ്മൾ ഓടിച്ചതാണ്. ആ സിറ്റുവേഷൻ ആയിപ്പോ. അമേരിക്കൻ സണ്ണിയാണ് സാറിന്റെ എല്ലാം ഇതും കാണുന്നുണ്ട്. സാർ നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ കേട്ടോ, നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോട്ടെ.
ഓക്കെ സാർ. ഇവിടെ ഞങ്ങൾ ഞാനതെല്ലാം ഒത്തിരി പേർക്ക് ഇവിടെ അയച്ചു കൊടുക്കാറുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ 2020 ആകുമ്പോഴത്തേക്കും അത് തന്നെ സ്ട്രോങ് ആയിട്ട് നോക്കട്ടോ സാറേ. നല്ല പ്രതികരണം ഉള്ളത്. അത് ഞാൻ അടിമാലിന്ന് വിളിക്കുന്നത് 14 മൈല്. ആരായിരുന്നു? അടിമാലിന്ന് വത്സ പൗലോസ്. സാറേ ഇവിടെ അതിന്റെ പ്രവർത്തനം വരികയാണെങ്കിൽ നല്ല കാര്യമാണല്ലോ സാറേ. ഇവിടെ അതിന്റെ പ്രവർത്തനം വരികയാണെങ്കിൽ ഞങ്ങള് കുറെ പേര്, ഞങ്ങൾ ADSകാരും CDSകാരും ഒക്കെ ആണെങ്കിലും ഇവിടെ ഒരു വീട് ഞങ്ങൾക്ക് തിരക്കി അപേക്ഷ വെച്ചിട്ട് 5-6 വർഷമായി വാടകയ്ക്ക് കിടക്കണം. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ എല്ലാവരും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്, ME ജോസഫ്. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. ഞങ്ങൾ 40 വർഷമായിട്ട് ഹരിയാനയിലായിരുന്നു. ഇപ്പം തിരുവല്ലയിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വളരെ നല്ലതായിട്ടല്ലേ പോകുന്നത് സാറിന്റെ നോട്ടത്തിൽ? ഗംഭീരമായിട്ടല്ലേ? ഗംഭീരമായി. അപ്പൊ അതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുമെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നത്, നമ്മുടെ സാബു ജേക്കബിനെ നമുക്ക് ഈ കേരളത്തിൽ പൂർണ്ണമായിട്ടും കൊണ്ടുവരണം. അതിന് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരിക. നമ്മുടെ ന്യൂസ് ലിങ്കിന്റെ താഴെ നമ്മുടെ ഇതിനു മുമ്പ് കൊടുത്തേക്കുന്നതിലെല്ലാം ജോയിൻ ചെയ്യാനുള്ള ഓൺലൈൻ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ലിങ്കുകളുണ്ട്. ആ ലിങ്കിൽ കയറി നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തർക്കും അങ്ങനത്തെ എടുക്കാം. കാരണം ഇവിടുത്തെ അഴിമതി സർക്കാരിനെ നമുക്ക് 2-3 ഇപ്പൊ തന്നെ ഒരു മേയറുടെ ഇലക്ഷൻ കണ്ടായിരുന്നു സാറ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കത് പരിശ്രമിക്കാം. സുനിൽ സാറിന്റെ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ എന്ന്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. സംസാരിക്കാൻ ഫ്രീ ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞു സാർ. എനിക്ക് സാറിന് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നും കാണണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതലായപ്പം കൂടുതൽ സജീവമായിട്ട് ഇപ്പൊ വന്നുകൊണ്ട് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തർ സംസാരിക്കുന്നത് കണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ സെറ്റിലായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ വിളിച്ചതാണ്. ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മാറ്റം വരേണ്ടതല്ലേ? നമുക്ക് മാറ്റം വരേണ്ട. പണ്ട് മുതലേ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മളെങ്ങനെ നമ്മുടെ സ്വഭാവം എങ്ങനെ അതേ സെയിം സാറിന്റെ സ്വഭാവം ഒന്ന് മനസ്സിലായി. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഗതിയുമില്ലാതെ അവിടുന്ന് വണ്ടിക്കൂലി കടം വാങ്ങി ബാംഗ്ലൂരിട്ട് വന്നു വേണം പറയാൻ. ഞാൻ 1985 പോരുന്നത് അവിടുന്ന്, സഖി കെട്ട് പോരുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി സാറിന് ഫുൾ സപ്പോർട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നാട്ടിൽ നമ്മുടെ ഉള്ള ആൾക്കാരോട് ചെയ്യാനുള്ള ഒരു പരിപാടി ഇലക്ഷന് നാളെ വരുന്ന സമയത്ത് കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സംസാരിച്ച് എല്ലാം റെഡിയാക്കുന്നതായിരിക്കും. നമ്മുടെ ഒരു ആഗ്രഹം ഇതാണ്. ഇങ്ങനെ ആയിരുന്നു പണ്ട് മുതലേ. അതുകൊണ്ട് സാറ് ഇപ്പൊ സജീവമായിട്ട് വന്നതിന് സാറിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തില് ഇന്ന് നമ്മൾ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു അമേരിക്ക യഥാർത്ഥത്തിൽ. ഇന്ത്യയിൽ വേറൊരു സ്ഥലത്ത്, ഞാൻ പലരോടും പറയുന്ന കാര്യമായത്, ഇന്ത്യയിൽ പല സ്ഥലത്തിനേക്കായും കേരളത്തിൽ ഇത് കണക്ക് ഉള്ളൊരു സ്ഥലം വേറെ കേരളത്തിലില്ല. ഷിപ്പ് യാർഡ് ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഇത് കണക്ക് എറണാകുളത്ത് ഒത്തുകിടക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട് കൊച്ചിയിൽ. എല്ലാം കമ്പനിക്കാരും വന്നിട്ട് നമ്മൾ ഉള്ള സ്ഥലത്ത് വീട് കെട്ടി വാടകയ്ക്ക് കൊടുക്കേണ്ട ഗതികേട് നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നു. നല്ലൊരു പാർട്ടിയാ ഭരിച്ചിരുന്നെങ്കിൽ കേരളം. അത് കണക്കായിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ല. നമ്മളുള്ള സ്ഥലത്ത് വീട് കെട്ടി ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് കിടക്കുന്ന പോലെ അവിടെ നമ്മൾ വാടക വാങ്ങി നമ്മൾ സുഖമായിട്ട് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് കേരള യഥാർത്ഥത്തിൽ. ഈ രാഷ്ട്രീയക്കാരെ നശിപ്പിച്ചു. അതുകൊണ്ട് സാറ് എൻ്റെ അടുത്ത് പ്രത്യേകം പറയുക, ഇത് കണക്ക് ഉള്ള എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെങ്കിൽ എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഇലക്ഷൻ നടത്താനുള്ള സജ്ജീകരണം നോക്കാൻ പറയണം. ഇപ്പോഴേ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ഒരു ദിവസം തിരിച്ചു വരാം. ചിലപ്പോൾ അവിടെ വരുമ്പോൾ അന്ന് പറയുന്ന ഹർത്താല സ്ട്രൈക്ക് അങ്ങോട്ട് വരാനൊക്കെ വണ്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേരളമായിപ്പോയി. എല്ലാവരും നശിച്ചു. നാട് വിട്ട് പോകുന്നവർ തിരിച്ച് വരണമെന്ന് ആഗ്രഹം ആർക്കും ഇല്ല എൻ്റെ കണക്കിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.